പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ 81ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മൾ ക്ഷണം ചെയ്യാൻ നമ്മുടെ ദൈവസൃഷ്ടിക്കായി കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ രാജീവ് ജോസാണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിനെ ആഗ്രഹിക്കുന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. മസിഹി ഫൗണ്ടേഷൻ ചർച്ച് എന്നറിയപ്പെടുന്ന ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം. ഗോഡ് ഈസ് ലവ് പ്രെയർ മീറ്റിംഗിന്റെ 81ാമത് ഇന്റർനാഷണൽ ഓൺലൈൻ ഫെലോഷിപ്പിൽ കർത്താവിന്റെ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ശുശ്രൂഷയിൽ എന്നെ ക്ഷണിച്ചതായിരിക്കുന്ന ഡെന്നിസ് ജോർജ് ബ്രദറിനും സിസ്റ്റർ സിജി ഡെന്നീസിനും പ്രിയ അമ്മച്ചിക്കും സിജി സിസ്റ്ററിനും ഡെന്നീസ് ബ്രദറിനും നൽകിയ മോനും എല്ലാവർക്കും കുടുംബമായി ദൈവത്തിന്റെ ഈ വേലയിൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ദൈവം സഹായിച്ചു. 81ാമത് മീറ്റിംഗിലേക്ക് ദൈവം എത്തിച്ച ദൈവത്തിന്റെ നല്ല കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം നവംബറിലാണ് എനിക്ക് ഡേറ്റ് തന്നത്. ആ ഡേറ്റിന് പ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന്റെ വചനവുമായി ഇന്ന് രാത്രി കാലം കടന്നു വരുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് എനിക്ക് സാവകാശം നൽകിയതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എന്നെ അധികം കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ദീർഘസമയമായി ഈ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. അതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ഈ അനുഗ്രഹമായിരിക്കുന്ന ശുശ്രൂഷ കർത്താവിന്റെ വരവരെയും സമ്പന്നമായി മുൻപോട്ട് പോകട്ടെ എന്ന പ്രാർത്ഥനയാണ്. എല്ലാ ദിവസങ്ങളും ഞങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കാറുണ്ട്. ഈ കൂട്ടായ്മയെ സഞ്ചാലനം ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ ദാസനെ ദാസിയെയും ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാല അനുഗ്രഹീതമായിരിക്കുന്ന ഗാന ശുശ്രൂഷ വായിച്ച നിസിമോൾക്കായി സ്തോത്രം. പ്രിയ ദൈവപൈതലിനെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും അനേകരുടെ മധ്യത്തിൽ കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം സംഗീതത്തിലൂടെ അത് പ്രഘോഷിപ്പാൻ ദൈവമായിരിക്കുന്ന കർത്താവ് പ്രിയ മോളെയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം നാം എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിൽ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും ഇരിക്കുന്നത് പോലെ ദൈവത്തിന്റെ മാറ്റമില്ലാത്തതായിരിക്കുന്ന ഈ വചനം ശ്രവിക്കുവാൻ വേണ്ടി നാം ആയിരിക്കുന്നല്ലോ. എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് ഞാൻ ഇന്ന് കടന്നു വന്നിരിക്കുന്നത്. മാനസാന്തരത്തിന്റെ സമൂലമായിരിക്കുന്ന പരിവർത്തനം. പ്രിയ അമ്മച്ചി പ്രാർത്ഥിച്ചപ്പോഴത്തേക്ക് ഒരു കാര്യം എടുത്തെടുത്ത് പ്രാർത്ഥിച്ചു. മാനസാന്തരത്തിന്റെ കാര്യത്തെ കുറിച്ച് പറയാനിടയായി തീർന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സബ്ജക്റ്റാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഒരുപാട് വർഷങ്ങളായി ഞാൻ ബൈബിൾ കോളേജിൽ ഒരു അധ്യാപകനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ പ്രസംഗം എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും പ്രസംഗിച്ച് ശീലിക്കുന്ന ആ ഒരു ശീലം എനിക്കില്ല. ടീച്ചിങ് എല്ലാവരും പഠിപ്പിക്കുന്ന രീതിയിലാണ് ഞാൻ എപ്പോഴും സുവിശേഷം സംസാരിക്കാറുള്ളത്. കാരണം നമുക്ക് ദൈവത്തിന്റെ വചനം കൂടുതൽ അറിയുവാനാണ് നമുക്ക് ആഗ്രഹമായിരിക്കേണ്ടത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മളെ പ്രസംഗങ്ങളൊക്കെ എന്നും നമ്മൾ കേൾക്കുന്നത് എല്ലാ ഞായറാഴ്ചകളിലും സഭകളിലും മറ്റു ഓൺലൈനിലൊക്കെ എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ നാളുകളിൽ നമുക്ക് ചില വചനങ്ങൾ പഠിക്കണം. പഠിക്കുമ്പോൾ പഠിപ്പിക്കേണ്ട രീതിയിൽ പഠിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. പ്രസംഗം അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ കുറച്ചൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. ചില വാക്യങ്ങൾ നമ്മൾ ചിലപ്പോൾ എഴുതി വെക്കും. അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ആയിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തോട് ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ മുഖ്യമായ ഒരു വിഷയമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഇന്ന് ലോകം മുഴുവനും നാം ഓരോ ദിവസവും കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് ജനം ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ട ഒരവസ്ഥയെ കുറിച്ചാണ് നാം കാണുന്നത്. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് നടക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ വലിയ അത്ഭുതകരമായി തോന്നുന്നു. ഏക്കർ കണക്കിന് സ്ഥലത്ത് വീടുകളും എല്ലാം കത്തി നശിക്കുമ്പോൾ അതിന് മധ്യത്തിൽ ഒരു ദൈവ പൈതലിന്റെ ഭവനം മാത്രം കത്താതെ നിൽക്കുന്നു. ആ സാക്ഷ്യം കേൾക്കുന്ന അവർ ഒരു ഭവനം മാത്രമാണ് ക്രിസ്ത്യാനികളായിട്ട് ദൈവത്തെ ആരാധിക്കുന്നവരായിട്ട് ഉണ്ടായിരുന്നത്. ആ ഭവനത്തിൽ തീ വന്നില്ല. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നവരെ സൂക്ഷിക്കുന്നുണ്ട്, പരിപാലിക്കുന്നുണ്ട്. നാം പഴയ നിയമ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് പിന്മാറിയോ
ശിക്ഷാവധി അയച്ചുകൊണ്ടേയിരുന്നു. ഈ നാളുകളും ഈ ലോകം മുഴുവൻ നമുക്ക് കാണുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് തിരുവചനം എപ്പോഴും പറയുന്നത്, എന്റെ ജനം അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ ഞാൻ അവരുടെ പാപത്തെ ക്ഷമിക്കുമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നാളുകൾ നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് മാനസാന്തരത്തിന്റെ സുവിശേഷം എന്താണെന്ന് നമുക്കറിയണം. ഈ നാളുകളിൽ നമ്മൾ കേൾക്കുന്ന പ്രസംഗങ്ങളൊക്കെ വലിയ തിയോളജിക്കൽ സബ്ജക്റ്റുകളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രസംഗങ്ങളായിട്ട് കേൾക്കുന്നത്. ഓരോ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുക്കുന്നു, അതിനെ കീറി മുറിച്ച് അതിൻ്റെതായിരിക്കുന്ന വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സന്ദേശങ്ങൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സുലഭമായി കിട്ടുന്നതായിരിക്കുന്ന ചില സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാഗൽഭ്യത്തിൽ കൊണ്ടുവരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആ മാനസാന്തരത്തിന്റെ സന്മൂലമായ പരിവർത്തനത്തിന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനമാണ്, മാനസാന്തരത്തിലേക്കുള്ള ക്ഷണമാണ്. ഈ മാനസാന്തരത്തിന്റെ ക്ഷണ പ്രസംഗം ആദ്യമായി ചെയ്തത് കർത്താവായ യേശുക്രിസ്തുവാണ്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, മാത്യു ചാപ്റ്റർ 4:17 പറയുന്നത്, അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. അന്നു മുതൽ എന്നാണ് യേശു സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന്റെ വാക്കുകൾക്ക് ചെവി കൊടുപ്പിരെന്ന് പിതാവായിരിക്കുന്ന ദൈവം സംസാരിച്ച ആ നിമിഷം മുതൽ യേശു ക്രിസ്തു പ്രസംഗിച്ച ഒരു പ്രസംഗ വിഷയമാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവിൻ എന്ന് പ്രസംഗിച്ചു തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് 2025 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ എല്ലാം പ്രസംഗം ഇത് തന്നെയാണ്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ. ഈ പ്രസംഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഈ പ്രസംഗത്തിൽ, ഈ സന്ദേശത്തിൽ വലിയ ആത്മീക മർമ്മങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗത്തിന്റെ ആ അടുക്കലേക്ക് ചെല്ലുവാൻ വേണ്ടി, കാരണം ആ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം നൊടിയിടയിൽ ആ രാജ്യത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കും. എപ്പോഴാണ് കർത്താവ് വരുന്നത് നമുക്കറിയത്തില്ല. വചനം പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നു, നൊടിയിടയിൽ കർത്താവ് വന്നു പോയിരിക്കുന്ന നാം ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കും. അപ്പോൾ അത് സമീപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അടുത്തിരിക്കുന്നതാണ്. 2025 വർഷങ്ങളായി നാം ഇന്നും പ്രസംഗിക്കുകയാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ ജനങ്ങൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് ഈ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കുവാനുള്ളതായിരിക്കുന്ന അവസരം നീണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നീണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ കാരണം കുറച്ചുകൂടി ജനങ്ങൾ ദൈവത്തിന്റെ ആ മാനസാന്തരത്തിലേക്ക് വരട്ടെ എന്ന ദൈവത്തിന്റെ ഒരു പ്ലാനാണ്. അതുകൊണ്ടാണ് നാം ദൈവവചനം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നത്, കർത്താവ് യേശു ക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്, ഈ ഭൂമിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ പാപങ്ങളൊന്ന് മാഞ്ഞു കിട്ടണം. അത് മാനസാന്തരത്തിലേക്കുള്ള ഒരു അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമയത്ത് പ്രസംഗം കേട്ട് ആയിരക്കണക്കിന് ജനങ്ങളാണ് യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുവിന്റെ ക്രൂസിഫിക്കേഷന് ശേഷം, ആ ക്രൂശീകരണത്തിനും മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കുറെ സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം പിന്മാറിപ്പോയി. എങ്ങോട്ട് പോയെന്ന് ആരും അറിയുന്നില്ല. 5000, 10000, 50000 കണക്കിന് ജനങ്ങൾ യേശുവിനെ പിൻഗമിച്ചവര് എവിടെയൊക്കെയോ അവ ഭയന്ന് മാറിപ്പോയിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അപ്പോസ്തലന്മാരുടെ മേലും 120 പേരും അടങ്ങുന്ന ആ സംഘത്തിന്മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോ പത്രോസ് ബലം പ്രാപിച്ച് ശക്തിയോടുകൂടി സഭയിലേക്ക് പ്രവേശിച്ചു. സഭയിൽ നിന്ന് ആരാധന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ആ സുന്ദരമെന്ന
ആ മന്ദിരത്തിന്റെ മുമ്പിൽ കിടന്ന ആ ഒരു അതായത് ജനനം മുതൽ മുടന്തനായിരിക്കുന്ന ഒരു വ്യക്തിയെ അവൻ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആ സൗഖ്യം പ്രാപിച്ച വ്യക്തി, അവൻ മുടന്തനായിരുന്നവൻ എഴുന്നേറ്റു തുള്ളി ചാടി ആലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആലയത്തിലുള്ള പുരോഹിതന്മാരും മറ്റുള്ള ശാസ്ത്രിമാരും പറയുവാനായിട്ടെന്ന്, അയ്യോ, ഇവനാ എത്രയോ വർഷങ്ങളായി ജനനം മുതൽ ഈ പള്ളിയുടെ മുമ്പിൽ ഭിക്ഷയാചിക്കുന്ന ഒരു മുടന്തനാണല്ലോ, ഇവൻ ഇത് എന്തു സംഭവിച്ചു? അവൻ പറഞ്ഞു, ഇപ്പോൾ 2-3 പേര് ഇവിടുന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിപ്പോയില്ലേ, അവർ യേശുവിന്റെ നാമത്തിൽ എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടപ്പോൾ പള്ളി പ്രമാണിമാരെല്ലാം പത്രോസിനെ വിളിച്ചു. പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, യേശുവിന്റെ നാമത്തിൽ ഇനി നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. നിങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ ഞങ്ങൾ കൊന്നുകളഞ്ഞതാണ്. ഇനി അവന്റെ പേരിൽ നിങ്ങൾ പ്രസംഗിക്കാൻ പാടില്ല. പക്ഷെ അവിടെ സംഭവിച്ച എന്താണ്? അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, പത്രോസ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി അവിടെ നിന്നൊരു വലിയൊരു പ്രസംഗം കഴിച്ചിട്ട് പറയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ പിതാവായ ദൈവം അത് ഉയർപ്പിച്ചു, അവന്റെ സാക്ഷികളായി ഞങ്ങൾ നിലനിൽക്കുന്നു. ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വചനം കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്നത്, പത്രോസ് പറയാം, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ ക്ഷമ പാപിക്കുവാൻ താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ആ ഒരു പ്രസംഗത്തിൽ 3000 പേരാണ് സ്നാനപ്പെട്ട് ദൈവസഭയോട് ചേരുവാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ തുടക്കം അന്ന് തുടങ്ങിയെങ്കിൽ ആ സുവിശേഷത്തിന്റെ പ്രാഗൽഭ്യം, അതിന്റെ പരിവർത്തനമായി ഇന്നും ഈ ലോകത്ത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരൊറ്റ വലിയ സന്ദേശമാണ്, മാനസാന്തരപ്പെടുവീൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളെല്ലാം നശിച്ചു പോകുമെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞു നടന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടുവാൻ വേണ്ടി നാം മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം ഒന്ന് വായിച്ചാൽ അവിടെ കാണുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അറിയില്ലായ്മയുടെ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇന്ന് ദൈവത്തെ അറിയാത്ത ഒരു മനുഷ്യനും ഈ ഭൂമുഖത്തില്ല. ഇന്ന് നാം വിചാരിക്കുന്ന ഉൾഗ്രാമങ്ങളിലോ ആദിവാസികൾ കഴിയുന്ന സ്ഥലങ്ങളിലോ എവിടെ മലമ്പ്രദേശങ്ങളായിട്ട് താഴ്വാരങ്ങളായിട്ട് എവിടെ പോയി കഴിഞ്ഞാലും മൊബൈൽ ഇല്ലാത്ത ഒരു ദേശമില്ല, ഇല്ലേ? അതും മൾട്ടിമീഡിയ മൊബൈലിന്റെ യുഗത്താണ് ഇന്ന് എല്ലാവരും ജീവിക്കുന്നത്. ഈ മൊബൈലിൽ എന്നും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു സത്യം അടങ്ങിയിരിക്കുന്നത്, ജീവനുള്ള ഒരു ദൈവം ഉണ്ട് എന്നുള്ള കാര്യമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് ജനങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. ഈ സുവിശേഷ വിരോധികൾ വന്ന് ദൈവദാസന്മാരെ അടിക്കുകയും ഉപദ്രവിക്കുകയും കൊല്ലുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുമ്പോഴല്ല ഇതെല്ലാം ഓൺലൈനിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അനേക ജനങ്ങൾ സാക്ഷ്യം പറയുകയാണ്, ഞാൻ ക്യാൻസറിനാൽ ഭാരപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി അമ്പലങ്ങളെല്ലാം പോയി ദൈവങ്ങളെ സേവിച്ചു, പക്ഷെ സൗഖ്യം കിട്ടില്ല. യേശുവിന്റെ അടുക്കൽ വന്നു, യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങള് എല്ലാ മനസ്സുകളും എല്ലാ ജനങ്ങളുടെ ഇടയിൽ ചെന്നിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം എത്താത്ത സ്ഥലങ്ങൾ കുറവാണ്. അതുകൊണ്ടാണ് യേശുവിന്റെ ശിഷ്യന്മാരെ ചോദിച്ചു, കർത്താവേ, നിന്റെ 2ാമത്തെ വരവ് എന്നായിരിക്കുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താണ്? ഭൂമുഖത്തുള്ള സകല മനുഷ്യരും യേശുവിന്റെ വചനം കേൾക്കുന്ന നാളിൽ അവന്റെ വരവ് അടുത്തിരിക്കും. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവ് യേശുവിന്റെ വരവ് ഏറ്റവും ആസന്നമായി കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ മറ്റൊരു തെളിവ്, കാലങ്ങളും കാലശ്രുതികളും ഋതുവും എല്ലാം മാറിപ്പോകുമെന്നാണ് ദൈവം വചനത്തിൽ പറയുന്നത്. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നോക്കിക്കേ, സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും മനുഷ്യന് ചിന്തിക്കാൻ കഴിയാത്ത നിലകളിൽ എല്ലാ ക്ലൈമറ്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിനെ അത് വിളിച്ചറിയിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ മാനസാന്തരത്തിന്റെ ശബ്ദം ഇന്ന് ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും അത് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആ ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. മറ്റൊരുത്തനുള്ള രക്ഷയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മാനസാന്തരത്തിന്റെ
ഒന്നാം ഘട്ടമാണ് മാനസാന്തരത്തിലേക്കുള്ള ആഹ്വാനം. അത് യേശുക്രിസ്തു തുടങ്ങി വെച്ചുവെങ്കിൽ ഇന്ന് നമുക്ക് ആ മാനസാന്തരത്തിലൂടെ മുൻപോട്ട് പോകണം. സ്തോത്രം, ഹല്ലേലൂയ. ഈ മാനസാന്തരത്തിന്റെ ആഴത്തെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ മാനസാന്തരത്തിന്റെ ആഴമെന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. ചിലർക്ക് അത് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് മാനസാന്തരപ്പെടുന്നത്? ചിലർ പറയുന്നു, അയ്യോ ഞങ്ങൾ പാപികൾ അല്ലല്ലോ, പിന്നെ ഞങ്ങൾക്ക് എന്തിനാണ് മാനസാന്തരം? എന്നാൽ മാനസാന്തരം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു പരിവർത്തനമാണ്. ഒരു ടോട്ടലി ചേഞ്ച് ആകുന്ന ഒരു സംഭവമാണ്. ആ മാനസാന്തരത്തിന്റെ ആഴത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ സങ്കീർത്തനം 51 അതിന്റെ 17 വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നത്, സങ്കീർത്തനം 51:17 വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. സ്തോത്രം. മാനസാന്തരം എവിടെ നിന്നാണ് ഉളവാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയമാണ്. ഹൃദയത്തിൽ കുത്തുകൊള്ളാതെ ഒരു പരിവർത്തനം, ഒരു ചേഞ്ചസ് ഒരു മനുഷ്യനും ഉണ്ടാകത്തില്ല. നാം മാനുഷിക നിലയിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ നല്ല സ്നേഹമോടെ ജീവിക്കുന്നവർ, അവരിൽ ആരുടെയെങ്കിലും ഒരു വാക്ക് കൊണ്ട് അവർക്ക് ഹൃദയത്തിൽ മുറിവുണ്ടായി കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ ഒരു അടി അടിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ എന്നോട് സംസാരിച്ചത് എന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ചിലപ്പോ പറയണ എന്റെ ഹൃദയം പൊട്ടിപ്പോയി എന്ന് വരെ പറയാറുണ്ട്. യേശുവിന്റെ വചനമായിരിക്കുന്ന സുവിശേഷം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു കുത്തുകൊണ്ടെങ്കിൽ മാത്രമേ ആ മാനസാന്തരത്തിന്റെ ആഴത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. ഈ മാനസാന്തരത്തിന്റെ ആഴം എന്തെന്ന് നാം ഈ 51 സങ്കീർത്തനത്തിലൂടെ ദാവീദ് പറഞ്ഞ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ മാനസാന്തരത്തെ നമുക്ക് തെളിവാക്കുവാൻ സാധിക്കുന്നത്. 1, കുറ്റസമ്മതം, താൻ ചെയ്തത് തെറ്റ് എന്ന് സമ്മതിക്കുന്നു. 2, നിങ്ങൾ തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ തെറ്റാണെന്ന് സ്വയം സമ്മതിക്കണം. 3, ഖേദം പ്രകടിപ്പിക്കുക. തെറ്റ് ചെയ്തു എന്നുള്ളത് ചുമ്മാ വിശ്വസിച്ചാൽ പോലെ അതിന്റെ ഖേദം കൂടി പ്രകടിപ്പിക്കണം. 4, ഈ കുറ്റത്തിൽ നിന്ന് മാറാനുള്ള ഒരു പ്രതിജ്ഞാബന്ധം എടുക്കണം, ഒരു പ്രതിജ്ഞ എടുക്കണം. കർത്താവേ, ഞാൻ ഈ പാപത്തിൽ നിന്ന് മാറുവാൻ ആഗ്രഹിക്കുന്നു. 5, ക്ഷമ ചോദിക്കുക. ഈ 5 കാര്യങ്ങളാണ് ഒരു മാനസാന്തരത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആഴമേറിയ കാര്യം. ദൈവത്തിന് സ്തോത്രം. കാരണം 3-ാം വാക്യം പറയാണ് കുറ്റസമ്മതം. 1-ാമത്തെ കുറ്റസമ്മതം പറയാണ്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ വിചാരിക്കുന്നു സ്നാനപ്പെട്ട അന്നത്തെ ആ ദിവസത്തോടു കൂടി നമ്മുടെ സകല പാപവും കഴുകിപ്പോയി, ഒരു പുതിയ സൃഷ്ടിയായിരിക്കുന്നു. വചനം പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞു പോയി. ആ കഴിഞ്ഞു പോയെന്നും പറഞ്ഞുള്ളതായിരിക്കുന്ന ആ ജീവിതത്തിലാണ് നമ്മൾ നടക്കുന്നത്. പക്ഷെ ഇവിടെ ദാവീദ് പറയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ വച്ചിരിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞു പോയെന്നുള്ളത് നമ്മുടെ ഒരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അത് നമ്മെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എന്നും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ മരണത്തിന്റെ അവസാന ശ്വാസം വരെ ഈ പാപങ്ങൾ നമ്മെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാപങ്ങളെല്ലാം വന്ന് നമ്മളോട് എന്നും പറയാണ്, അങ്ങനെ മകളെ ഒരു ഇച്ചിരി പാപം എടുത്തോ, കുഴപ്പമില്ല, ആവശ്യം വരുമ്പോൾ അത് ഉപയോഗമായി തീരും. ഒരു നല്ല കാര്യത്തിന് ഒരു കള്ളം പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെയുള്ളതായിരിക്കുന്ന പാപങ്ങൾ നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. അതറിഞ്ഞാണ് ദാവീദ് പറഞ്ഞത്, എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അതൊരു കുറ്റസമ്മതമാണ്, അതൊരിക്കലും മാറിപ്പോകുന്നില്ല. 2-ാമത്തെ കാര്യം പറയുന്നത് തെറ്റാണെന്ന് സമ്മതിക്കുക. അതിന്റെ 51-ന്റെ 4-ാം വാക്യം, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവസന്നിധിയിൽ വന്ന് സമ്മതിക്കണം, കർത്താവേ, ഞാൻ ചെയ്തത് നിനക്ക് വിരുദ്ധമായിട്ടുള്ളതാണ്, നിനക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്തു പോയി. അത് നമ്മൾ സമ്മതിക്കണം. 3-ാമത് ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആ തെറ്റിപ്പോയതിനെ കുറിച്ച് പറയുന്ന 51-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചിരിക്കുന്നു. ആ തന്റെ ജനനത്തെ കുറിച്ച് അവൻ പറയാണ്, ഞാൻ ജനിച്ചതേ ഒരു പാപിയായിട്ടാണ്. ആ പാപത്തെ അവൻ ഓർപ്പിച്ചിട്ട് പറയാണ്, അവൻ ചെയ്തതായിരിക്കുന്ന അത് ഖേദം പ്രകടിപ്പിക്കുകയാണ്. 4, മാറ്റാൻ പ്രതിജ്ഞ എടുക്കുന്നത്. അതിന്റെ 6-ാം വാക്യം, അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്,
അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ ജ്ഞാനമില്ലാതെ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാൻ സാധിക്കത്തില്ല. വചനം ഉള്ളിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു മാനസാന്തരം ലഭിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനാണ് അവർ അന്തർഭാഗത്തിലെ സത്യം, അതാണ് സുവിശേഷം. സ്തോത്രം. അഞ്ചാമതായിട്ട് ക്ഷമ ചോദിക്കുന്ന 9-ാം വാക്യം, എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ, എന്റെ അകൃത്യങ്ങളെയൊക്കെയും മായിച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു മാനസാന്തരത്തിന്റെ ആഴം എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിനോട് ഒരു പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥന പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശു ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുകയാണ്. ഞങ്ങൾക്ക് അന്നേക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞങ്ങളെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളെ കടങ്ങളെയും ക്ഷമിക്കണമേ. നമ്മൾ അങ്ങനെ വല്ലതും ചെയ്യാറുണ്ടോ? നമ്മൾ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ഈ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ഒരു അംശവും അതിനകത്ത് നമ്മൾ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കർത്താവ് പറയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണം. ഞാൻ പറയുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന മാത്രം പ്രാർത്ഥിക്കാനല്ല, ആ പ്രാർത്ഥനയിൽ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ ദാവീദ് എപ്പോഴും പറഞ്ഞു, തന്റെ കുറ്റം സമ്മതിച്ച് തെറ്റ് പ്രകടിപ്പിച്ചു, അത് മാറ്റുവാൻ വേണ്ടി അവൻ പ്രതിജ്ഞാബന്ധം ചെയ്തു, ക്ഷമ ചോദിക്കുന്നു. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ദാവീദ് പറയുന്നത്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. അത് ഈ പ്രതിജ്ഞാബന്ധം മാനസാന്തരത്തിന്റെ ആഴത്തെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാകണം. 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് അവർ മൈൻഡ് സെറ്റ്. ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാക്കണം. മാനസാന്തരം നാം ഹൃദയത്തിൽ ചിന്തിച്ചത് കൊണ്ടോ സ്വയമായി അംഗീകരിച്ചത് കൊണ്ടോ ഒന്നും മാറാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചിന്താഗതിക്ക് ഒരു മാറ്റം ഉണ്ടാകണം. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. സ്തോത്രം. ഇതാണ് ചിന്താഗതിയുടെ മാറ്റത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. ലോകത്തിന് അനുരൂപരാകാതിരിക്കണം. മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് നാം ലോകരാണ്. മാനസാന്തരത്തിലേക്ക് വരുന്നത് ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടു ഓടുവാൻ വേണ്ടിയുള്ള ഒരു പഹല സ്റ്റെപ്പ്, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എടുക്കുകയാണ്. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന്. സ്തോത്രം. അപ്പൊ ഈ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം എന്താന്ന് തിരിച്ചറിയണമെങ്കിൽ മനസ്സ് പുതുക്കണം. സ്തോത്രം. മനസ്സ് എങ്ങനെയാണ് നമുക്ക് പുതുക്കാൻ സാധിക്കുന്നത്? നാം ഏത് നിലയിൽ ജനിച്ചു വളർന്നു വരുന്നുവോ ആ രീതിയിലല്ലേ നമ്മുടെ മനസ്സ് നിൽക്കുന്നത്. നമ്മുടെ പാരമ്പര്യം, നമ്മുടെ സ്വഭാവം, നമ്മുടെ വ്യക്തിത്വം, ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒതുങ്ങിയിരിക്കുകയാണ്. അതിനെ പുതുക്കണമെങ്കിൽ ദൈവത്തിന്റെ ചിന്താഗതികൾ, ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കണമെങ്കിൽ അത് എങ്ങനെയുള്ളവരായിരുന്നവരായിരിക്കാം, ഏത് നിലയിൽ മാനസാന്തരത്തിലേക്ക് വരണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു 4 ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കണം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 5ഉം 6ഉം വാക്യം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്ങനെ ഒരു മൈൻഡ് സെറ്റപ്പ് ചേഞ്ച് ആക്കാൻ സാധിക്കും. അവിടെ പറയുന്നത് റോമർ 8-ന്റെ 5ഉം 6ഉം, ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുമുള്ളത് ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ കാര്യം,
ആത്മാവിനനുസരിച്ച് നമുക്ക് ജീവിക്കണം. കാരണം ജഡം മരണത്തെ വിളിച്ചറിയിക്കുമ്പോൾ ആത്മാവ് ജീവനും സമാധാനവും നമുക്ക് നൽകുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ട് കാര്യമാണ്, ജീവനും സമാധാനവും. അത് നമുക്ക് ആവശ്യമാണ്. സ്തോത്രം. അനേകരുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോസ് ഏഞ്ചൽസിൽ ഉള്ളതായിരിക്കുന്ന കോടീശ്വരന്മാരുടെ സമാധാനം നഷ്ടപ്പെട്ടു പോയി. അവർ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഉലഞ്ഞു നടക്കുകയാണ്. കാരണം അവർ സമ്പാദിച്ചതും അവർ സ്വരൂപിച്ചതെല്ലാം കത്തിച്ചാമ്പലായി പോയിരിക്കുകയാണ്. ആ ലോസ് ഏഞ്ചൽസിന്റെ കഥകൾ നാം ചിന്തിക്കുമ്പോൾ ഒരു വാക്യം ഇങ്ങനെ ഓർക്കുകയാണ്. ഒരു മനുഷ്യൻ സകല സമ്പത്തും കൂട്ടിവെച്ചിട്ട് പറയാണ്, ഞാൻ ഇനി തിന്നുകയും കുടിക്കുകയും ജീവിക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ അന്ന് രാത്രി ദൈവം ചോദിക്കാണ്, മൂഢ, നീ ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നീ സ്വരൂപിച്ചത് ആർക്കു വേണ്ടി? ഇന്ന് കാലം ലോകം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ചില സന്ദർഭങ്ങളിൽ എനിക്കൊരു കാര്യം എപ്പോഴും ഓർമ്മയുണ്ട്. സിജി സിസ്റ്റർ എപ്പോഴും സുവിശേഷ വേലയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വേലയ്ക്ക് വേണ്ടിയൊക്കെ സഹായിക്കണം എന്നൊക്കെ അനേകരോട് പറയാറുണ്ട്. ഉള്ളവരോടാണ് പറയുന്നത്, പക്ഷെ അവർക്ക് ചെയ്യാൻ മനസ്സില്ല. കാരണം ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യുവാനുള്ളതായിരിക്കുന്ന ദർശനമില്ലാത്ത ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ദൈവവേലയ്ക്ക് വേണ്ടി കരങ്ങൾ നീട്ടണമെന്ന് ദൈവമക്കൾ പറയുമ്പോൾ ആ പറയുന്ന സന്ദർഭത്തിൽ തന്നെ അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കണം. അതാണ് ദൈവത്തിന്റെ മാനസാന്തര ജീവിതം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മറ്റുള്ളവരെ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ലല്ലോ നമ്മൾ ദൈവവേല ചെയ്യുന്നത്. ഏതെങ്കിലും നിലയിൽ ദൈവരാജ്യം, ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിൽ എത്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, പ്രവർത്തിക്കുന്നു, പറയാൻ പറ്റുന്നവരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറയുന്നു. പക്ഷെ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലത്താണ് നമ്മൾ ആയിരിക്കുന്നത്. സ്തോത്രം. കാരണം ഈ ലോകത്തിന്റെ ചിന്ത മരണമാണെങ്കിൽ ആത്മാവിന്റെ ചിന്ത ജീവനും ചൈതന്യവുമാണ്. ദൈവത്തിന് സ്തോത്രം. ആ ജീവനും സമാധാനവുമാണ്. അപ്പൊ നമുക്ക് സമാധാനം ദൈവം തമ്പുരാനാണ് തരുന്നത്. ഈ ലോകത്ത് ഒരു മനുഷ്യനും നമുക്ക് സമാധാനം തരുവാൻ സാധിക്കത്തില്ല. ഒരു കോടീശ്വരനും ഒരു വ്യക്തിക്ക് സമാധാനം കൊടുക്കുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ സമാധാനം ദീർഘായുസ്സും സന്തോഷവും ജീവനും നമുക്ക് നൽകി തരുന്ന സമാധാനമാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ, ആ മാനസാന്തരത്തിന്റെ ചിന്താഗതിക്ക് ഒരു മാറ്റം കൊടുക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തിരുവെഴുത്ത് വായിച്ച് അത് നമ്മുടെ ഹൃദയങ്ങളും മനസ്സിലും ഉറപ്പിക്കണം. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ നിങ്ങൾ എന്റെ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ചു നിങ്ങളുടെ മേൽ അടയാളമായി കെട്ടുകയും അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കുകയും വേണം. ദൈവത്തിന് സ്തോത്രം. മാനസാന്തരത്തിന്റെ മാറ്റം, ചിന്താഗതിക്ക് വരേണ്ടുന്ന മാറ്റം എന്താണ്? ദൈവത്തിന്റെ വചനം ആ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് വെക്കണം. അത് കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണം. അതാണ്, ആ പ്രവൃത്തിയാണ് നാം ദൈവത്തിന്റെ മക്കളായി തീരുവാൻ വേണ്ടി നമ്മെ സഹായിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വചനമില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. മാനസാന്തരം എന്ന വാക്കിൽ മനസ്സ് പുതുക്കി തരുന്നത് സുവിശേഷം മാത്രമേ ഉള്ളൂ. ആ യേശു എന്ന ശബ്ദം മാത്രമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാലാമത്തെ മൈൻഡ് സെറ്റപ്പ് ചേഞ്ച് എന്ന് പറയുന്നത്, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തിന് സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ ദൈവത്തെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. മറ്റെന്തിനേക്കാളും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ പറയും, 100% ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ചോദിക്കുന്ന ഒരു കാര്യം, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? നീ നിന്നെ പോലെ നിന്റെ ശത്രുക്കളെയും സ്നേഹിക്കണം, അല്ലേ? വേറൊരു വാക്ക്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അത് നമുക്ക് ഇറ്റ്സ് ഓക്കെ, നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കാൻ
അത് ഈസി ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രം ഇച്ചിരി സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് മറ്റെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. ദൈവം പറയുന്നത്, നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നീ കാണുന്ന നിന്റെ ശത്രുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, കാണാത്ത എന്നെ എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. മാനസാന്തരം വരുമ്പോൾ ശത്രുക്കളെ നമുക്ക് മിത്രങ്ങളാക്കി മാറ്റണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ശത്രുവായിരിക്കുന്നവനെ മിത്രങ്ങളായി തന്ന ഒരു സുവിശേഷത്തെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ, ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരത്തിലേക്ക് ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മളുടെ ജീവിതത്തിൽ പരിവർത്തനം വന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ചിന്താഗതികൾക്ക് എപ്പോഴും മാറ്റം ഉണ്ടായിരിക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവിനോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും ദൈവത്തെ സ്നേഹിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹം നാം മറ്റുള്ളവരിലൂടെ പകരണം. അങ്ങനെ പകർന്നുവെങ്കിലേ ദൈവം പറയത്തുള്ളൂ, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ആ സ്നേഹത്തിന്റെ ഒരു അനുഗ്രഹമാണ് നമുക്ക് മാനസാന്തരത്തിലൂടെ ദൈവത്തിന്റെ ചില ഫലങ്ങൾ, ദ ഫ്രൂട്ട് ഓഫ് ദ റിപ്പന്റൻസ്. മാനസാന്തരത്തിന് മാനസാന്തരത്തിന്റെ ഫലങ്ങൾ എന്തെന്ന് നാം ചോദിച്ചു കഴിഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം നോക്കിക്കഴിയുമ്പോൾ അവിടെ പറയുന്നത്, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. അപ്പോൾ നമ്മൾ വെറുതെ മാനസാന്തരം പ്രസംഗിച്ചിട്ട് കാര്യമില്ല, മാനസാന്തരത്തിൽ വന്നിട്ടും വലിയ കാര്യമില്ല. ഫലമുള്ള മാനസാന്തരം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വൃക്ഷം നട്ടുവെങ്കിൽ ആ വൃക്ഷത്തെ എപ്പോഴും അത് അന്വേഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഫലം ലഭിക്കുവാൻ വേണ്ടിയാണ്. നാം ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വന്നത്, ദൈവമക്കളായി തീരുന്നത്, ദൈവം നമ്മിലൂടെ ചില ഫലങ്ങൾ കാണുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ആ ഫലങ്ങൾ നമുക്ക് ഉണ്ട് എങ്കിൽ അത് ദൈവം അന്വേഷിക്കുമ്പോൾ, അത് ഏത് സമയത്ത്, ഫലം തരേണ്ട സമയത്താണെങ്കിലും ഫലം തരേണ്ട ഇല്ലാത്ത സമയത്താണെങ്കിലും ദൈവം ചിലപ്പോൾ വന്നിരിക്കും. ഏത് കാലത്ത്, അതായത് ഏത് ഋതുവിൽ വന്നു കഴിഞ്ഞാലും ഫലം കൊടുക്കുവാനുള്ള ഒരു വൃക്ഷമായി നാം നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഫലം നോക്കാനായിട്ട് അതേ കർത്താവ് വരുമ്പോ ഫലം ഇല്ലെങ്കിലോ അതിനെ വെട്ടിക്കളയും. അപ്പൊ നമുക്ക് ഫലം എപ്പോഴും കൊടുക്കണം. കാരണം മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മിൽ കായ്ച്ചിട്ടുണ്ട്. ആ ഫലങ്ങൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടായിരിക്കണം. ഈ മാനസാന്തരത്തിന്റെ മുന്നറിയിപ്പ് ചില സഭകളോട് പറഞ്ഞതായിട്ട് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ ആ 7 സഭകൾക്ക് ദൈവം അതേ ദൂത് കൊടുക്കുമ്പോൾ അവിടെ ഒരു 2-3-4 സഭകളുണ്ട്. ഏകദേശം ഒരു 5 സഭയ്ക്ക് ദൈവം ഒരു മാനസാന്തരത്തിന്റെ ഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നാം പെട്ടെന്നൊന്ന് വായിച്ചൊന്ന് പോകാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ടു ദ ചർച്ച് ഓഫ് എഫസോസ്, എഫസോസിലെ സഭയോട് പറയാണ്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. സ്തോത്രം. ഒരു സമയത്ത് മാനസാന്തരത്തിന്റെ ഫലങ്ങളാൽ നിറഞ്ഞു കിടന്ന ഒരു എഫസോസ് സഭ ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ അവരുടെ മാനസാന്തരത്തിന്റെ ആ പ്രവൃത്തി കാണുന്നില്ല. അപ്പോൾ യോഹന്നാനോട് ദൈവം പറയാണ്, ആ സഭയ്ക്ക് ഒരു ദൂത് എഴുതി കൊടുക്കൂ, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടണം. ഇന്നത്തെ സഭയ്ക്ക് ഏതിൽ നിന്ന് വീണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണി തീരും. കാരണം ഒത്തിരി വീഴ്ചയാണ്. അതുകൊണ്ടാണ് സഭകളിലെല്ലാം ഇന്ന് ഈ കൾട്ട് ഗ്രൂപ്പ്, തെറ്റായ ദൂതുകൾ, തെറ്റായ പ്രസംഗങ്ങൾ, തെറ്റായ ചിന്താഗതികൾ ഉളവാകുന്നത് എവിടെയാണ്? എവിടെ നിന്ന് വീണെന്ന് ചിന്തിക്കുന്നില്ല. കാരണം പ്രോസ്പെരിറ്റി ആയിപ്പോയി, സഭ വളർന്നു. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഭയുടെ പാസ്റ്റർ പ്രസംഗിക്കുന്ന ഇങ്ങനെ കേട്ടു, ഒരു കാലത്ത് ഞങ്ങൾക്ക് സ്തോത്രകാഴ്ച എണ്ണുവാൻ 2-3 മിനിറ്റ് കൊണ്ട് എണ്ണി തീർക്കുമായിരുന്നു. ഇന്ന് 4-5 മെഷീൻ വെച്ച് പൈസ എണ്ണി മടുത്തു. കാരണം സഭയുടെ വളർച്ച പണത്തിലാണെന്നുള്ള ചിന്താഗതിയാണ് ഇന്നും നിലനിൽക്കുന്നത്. മാനസാന്തരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാൻ സാധിക്കുന്നില്ല.
ചില സഭകൾ, കാരണം ഞാനും 10-30 വർഷമായിട്ട് സഭാ ശുശ്രൂഷ ചെയ്തതാണ്, തെറ്റായി ജീവിക്കുന്നവരോട് തെറ്റ് ചെയ്തു എന്ന് വിളിച്ചു പറയാൻ നമുക്ക് പേടിയാ. കാരണം പറഞ്ഞാൽ സ്തോത്രകാഴ്ച ദശാംശം കിട്ടത്തില്ല. കാരണം അവരെല്ലാം ഒന്ന് ഇങ്ങനെ പോളിഷ് ചെയ്ത് ഇങ്ങനെ അണിഞ്ഞൊരുക്കി ഒരു പാവയെ പോലെ കൊണ്ട് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും വളരെ സന്തോഷമാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്ന അങ്ങനെ നാം ചെയ്തു കഴിഞ്ഞാൽ അവരെ നരകത്തിലേക്ക് തള്ളിയിടുകയാണ്. വചനം പറയുന്നത് ഏതിൽ നിന്നും വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. എഫെസോസ് സഭയോട് പറയാണ്, നീ മാനസാന്തരപ്പെട്ടില്ല എങ്കിൽ നിന്റെ നിലവിളക്ക് ഞാൻ എടുത്ത് കളയും. രണ്ടാമത്തെ സഭയോട് പറയുന്നത് വെളിപ്പാട് പുസ്തകം 2:16 പറയുന്നത് ദ ചർച്ച് ഓഫ് പെർഗമോസിനോട് പറയാണ്, ആകയാൽ നീ മാനസാന്തരപ്പെടുക, അല്ലെങ്കിൽ ഞാൻ വേഗത്തിൽ നിന്ന് വന്ന് എന്റെ വായിൽ വാളുകൊണ്ട് അവരോട് പോരാടും. സ്തോത്രം. മാനസാന്തരം പെട്ടില്ലെങ്കിൽ ദൈവം ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി നിലനിന്ന സഭകളാണ്, ചെറിയ സഭകളല്ല, വലിയ സഭകള്. ആ സഭയോട് പറയാണ് മാനസാന്തരപ്പെടണം. മൂന്നാമത്തെ സഭ വെളിപ്പാട് പുസ്തകം അതിന്റെ 2:21-22 ചർച്ച് ഓഫ് തുയഥരെ, അവിടെ പറയുന്നു അവർക്ക് മാനസാന്തരപ്പെടുവാൻ സമയം കൊടുത്തിട്ടും ദുർനടപ്പ് വിട്ടു മാനസാന്തരപ്പെടാൻ അവർക്ക് മനസ്സില്ല. അപ്പൊ മാനസാന്തരത്തിന് ദൈവം സമയം കൂടെ കൊടുക്കുന്നുണ്ട്. മാനസാന്തരപ്പെട്ടവർക്കാണ് ഈ മാനസാന്തരത്തിന് സമയം കൊടുക്കുന്നത്. കാരണം ആ മാനസാന്തരത്തിൽ നിന്ന് പിന്മാറിപ്പോയി. സമയം കൊടുക്കുകയാണ്, വീണ്ടും ഒന്ന് തിരിച്ചു വരട്ടെ. അതിന്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞ, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിച്ചിരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ടു മാനസാന്തരപ്പെടാതിരുന്നാൽ വലിയ കഷ്ടതയിലാക്കിക്കളയും. മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ കഷ്ടതയിലാക്കിക്കളയും. വലിയ സഭകളോടുള്ള ദൂതാണ്. മൂന്നാമത്തെ സഭയെ കുറിച്ച് പറയുന്നത് ചർച്ച് ഓഫ് ടർസീസ് പറയാണ്, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പോൾ എല്ലാം ഒത്തിരി കേട്ടിട്ടുണ്ട്, മനസ്സിൽ നന്നായിട്ട് അറിയാം എന്തൊക്കെ വചനങ്ങളാണ് എപ്പോഴൊക്കെ ഉപയോഗിക്കണമെന്നൊക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരു സഭയോട് ദൈവം പറയാ, നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മളെന്നും സുവിശേഷം കേട്ടങ്ങ് തഴമ്പിച്ചിരിക്കുകയാണ്. ദൈവം പറയാണ്, കേട്ടതനുസരിച്ച് മാനസാന്തരപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഒരു നാള് കൊണ്ടുള്ള ഒരു മാനസാന്തരമല്ല ദൈവമക്കൾക്കുള്ളത്. ഓരോ ദിവസവും മാനസാന്തരം ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ സഭ ചർച്ച് ഓഫ് ലവോദിക്ക ചർച്ചോട് പറയാണ്, എനിക്ക് പ്രിയമുള്ളവരെയൊക്കെ ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു, ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ദൈവം ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു. സഭയിലുള്ള ദൂതാണിത്. ഈ സഭയെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കുക, എവിടാണ് ഈ സഭ? ഞാൻ തന്നെയല്ലേ ആ സഭ? നാം ആയിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും അല്ലേ സഭ? ഈ സഭയുടെ കൂട്ടായ്മ എവിടെയാണ് തുടങ്ങുന്നത്? ദൈവവചനം പറഞ്ഞു, wherever 2 or 3 gather in my name I will be there. യേശു പറയാണ്, 2-3 പേര് എന്റെ നാമത്തിൽ എവിടെ കൂടുന്നോ ഞാൻ അവരുടെ മധ്യത്തിൽ. അതാണ് സഭയും കൂട്ടായ്മ എന്ന് പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ ഡിവൈസിനകത്ത് ഏകദേശം 20-ലധികം പേരുണ്ട്. ഇതൊരു വലിയൊരു കൂട്ടമാണ്. ഈ കൂട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുന്ന ആ സ്ഥലത്ത്, നിങ്ങൾ ആയിരിക്കുന്ന ആ റൂമിൽ യേശു അപ്പച്ചൻ കടന്നു വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആ യേശു അപ്പച്ചൻ വന്ന് നമ്മളടുക്ക് ചുമ്മാ വന്ന് നിന്നിട്ട് പോകാനല്ല വരുന്നത്, നമ്മെ അനുഗ്രഹിക്കുവാനാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ദൈവം നമ്മളോട് പറയുന്നത് ജാഗ്രതയോടെ ആയിരിക്കണം. മാനസാന്തരത്തിന്റെ അനുഭവത്തിൽ ഓരോ ദിവസവും ആയിക്കൊണ്ടിരിക്കണം. കാരണം ക്രിസ്തു എപ്പോൾ വരുന്നു എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. കള്ളനെ പോലെ വരും. ചിലപ്പോൾ രാത്രിയിൽ വന്നെന്നിരിക്കാം, പകലും വന്നെന്നിരിക്കാം. ഏത് സമയത്ത് വന്നാലും മാനസാന്തരത്തിന്റെ അനുഭവത്തിലായിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം, പ്രാണൻ, ആത്മാവ് എല്ലാം മാനസാന്തരത്തിന്റെ ആ പട്ടികയിൽ എപ്പോഴും നമ്മെ തന്നെ സമർപ്പിച്ചു കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇനി അഞ്ചാമത്തെ അനുഗ്രഹം, ഗോഡ്സ് മേഴ്സി ഇൻ റിപ്പന്റൻസ്. മാനസാന്തരത്തിൽ ദൈവത്തിന്റെ ഒരു കരുണയും കൂടെ ഉണ്ട്.
ചുമ്മാതെ നമുക്ക് എങ്ങും നിന്നും മാനസാന്തരം കിട്ടത്തില്ല. ദൈവത്തിന്റെ ഒരു കരുണ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മാനസാന്തരപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. 2 പത്രോസ് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അവിടെ തിരുവചനം പറയുന്നത്, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരു ദുഷ്ടൻ പോലും മരിച്ച് നരകത്തിൽ പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരു പിന്മാറ്റത്തിൽ പോകുന്ന ഒരു വ്യക്തിയെ അവൻ തിരിച്ചു വരുന്നതിന് വേണ്ടി ദൈവം ഇന്നും മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മടങ്ങി വരുവാൻ വേണ്ടി, ഒരു മാനസാന്തരത്തിന് വേണ്ടി. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവം എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ലോകത്തോടാണ് സ്നേഹിച്ചത്. പിതാവ് ലോകത്തെ സ്നേഹിച്ചു, സകല മനുഷ്യരെയും സ്നേഹിച്ചു. യേശുവിനെ നമുക്ക് വേണ്ടി നൽകി. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ മാനസാന്തരം ദൈവത്തിന്റെ ഒരു കരുണയോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുകയാണെങ്കിൽ ആ കരുണയുടെ മഹാത്മ്യം എന്താണ്? ഈ മാനസാന്തരത്തിൽ ദൈവത്തിന്റെ കരുണയുണ്ടെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിലും അതിന്റെ പ്രാധാന്യം, അതിന്റെ മഹാത്മ്യം എന്താണെന്ന് നോക്കിയാൽ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് മാനസാന്തരത്തിന്റെ നല്ല പട്ടികയിലെല്ലാം നമ്മൾ എപ്പോഴും ഉണ്ട്. എന്നാ ദൈവം പറയുന്നത് മാനസാന്തരത്തിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കണം. ഈ സുവിശേഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാഗാൽമ്യമുള്ള കാര്യം. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം നമ്മിൽ ദൈവം തന്നത് എന്തിനാ? മറ്റുള്ളവരോട് പറയാനാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയാണ്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനുമാകും, അതു രക്ഷയ്ക്കായി ദൈവശക്തിയായിരിക്കുന്നു. അതാണ് സുവിശേഷം. സുവിശേഷത്തെ കുറിച്ച് നമുക്ക് ലജ്ജിക്കേണ്ട കാര്യമില്ല. ആരോടും എപ്പോഴും എവിടെയും പറയുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ സുവിശേഷത്തിൽ നാം വിശ്വസിച്ച് ദൈവത്തിന്റെ മക്കളാകുകയാണ്. രണ്ടാമത്തെ കാര്യം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം. പത്രോസ് ദൈവവചനം കേട്ട ജനത്തോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് വന്ന ദാനം ലഭിക്കും. ഇവിടെ പറയുന്ന ഓരോരുത്തൻ എന്ന വാക്കാണ്. ഓരോ വ്യക്തികൾക്ക് വേണ്ടി. യേശു എനിക്ക് വേണ്ടി വന്നു, എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് പോയി, എന്നെ കൊണ്ടുപോകുവാൻ വീണ്ടും വരും. അത് ഒരു സിംഗുലർ വേർഡ്സ് ആണ്, പ്ലൂറൽ അല്ല, ബഹുവചനമല്ല. വ്യക്തികൾക്ക് വേണ്ടി, ഓരോരുത്തർക്കും വേണ്ടിയാണ്. സ്തോത്രം. ഇന്ന് നാം ഈ സൂമിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം യേശുവിനെ സ്വീകരിക്കുക, ആ ദൈവത്തിന്റെ മകനായി മകളായി ജീവിക്കുക. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നമ്മളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, മാനസാന്തരം ഈ സ്നാനത്തിന് പോകുമ്പോഴത്തേക്ക് പാസ്റ്റർമാർ ചോദിക്കാറുണ്ട്, മാനസാന്തരപ്പെട്ടോ? ഇല്ലെങ്കിൽ മാനസാന്തരത്തിന്റെ ക്ലാസ്സുകൾ പഠിപ്പിക്കും. എങ്ങനെ മാനസാന്തരം ഉണ്ടാകും, ഏതെല്ലാം കാര്യങ്ങൾ മാനസാന്തരത്തിൽ ഉള്ളിരിക്കും, എന്തെല്ലാം മാനസാന്തരപ്പെടുമ്പോ വിട്ടുകളയണം, ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷവും ചോദിക്കാം, മാനസാന്തരപ്പെട്ടോ? നമ്മൾ സ്നാനപ്പെട്ടതിന് ശേഷം കുറെ നാൾ കഴിഞ്ഞ് എന്തെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് പറയും, ഇവൻ മാനസാന്തരപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാ ഈ തെറ്റ് ചെയ്യുന്നത്. അല്ലേ? അപ്പൊ മാനസാന്തരം എന്ന വാക്കിൽ നമുക്കറിയാം, നമുക്ക് തെറ്റ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ്. എങ്കിലും നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലേ? ആ തെറ്റ് തിരുത്തുന്നതിനാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ഈ മാനസാന്തരം ഓരോ ദിവസവുമാണ്. രാവിലെ മുതൽ രാത്രി വരെ നാം ചെയ്ത പ്രവൃത്തികളെല്ലാം രാത്രിയിൽ ഒന്ന് നാം പുറകോട്ട് നോക്കിക്കഴിയുമ്പോൾ മാനസാന്തരത്തിന്റെ എത്രയോ ഘട്ടങ്ങൾ അതിനകത്ത് കയറി വരുമെന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല. ദൈവം പറഞ്ഞ, കർത്താവേ, എന്റെ പാപങ്ങളെ ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കെതിരായിട്ടുള്ളവരെ, ഞങ്ങളോട് പാപം ചെയ്തവരോട് ക്ഷമിക്കണമേ. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യാൻ ചെയ്യുന്നില്ല, മറന്നു പോവുകയാണ്. അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു തിരിനോട്ടത്തിന്
അത് വകയുണ്ടായിരിക്കണം. കാരണം നമ്മുടെ പാപങ്ങൾ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ഏറ്റു പറയണം, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി. കാരണം ദാവീദ് പറഞ്ഞു എന്താണ്, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ കിടക്കുകയാണ്. അതൊന്ന് നോക്കി കഴിയുമ്പോൾ പിന്നെ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ഉരുമ്പെടത്തില്ല. അതാണ് ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. സ്തോത്രം, ഹല്ലേലൂയ. ജനം പിന്തിരിഞ്ഞ് വിടേണ്ടതൊക്കെ വിട്ട് മാനസാന്തരപ്പെട്ട് കഴിയുമ്പോ ദൈവം പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നും കേൾക്കും. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ പറയുന്നതെല്ലാം ദൈവം തമ്പുരാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം ദൈവത്തിന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്ന് നമുക്ക് ഒരിക്കലും കർത്താവേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടില്ലായിരുന്നേ എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഈ സുജി സിസ്റ്ററിന്റെ ഡെന്നിസ് ബ്രദറൊക്കെ ചലിപ്പിക്കുന്ന ഈ ഗോഡ് ഈസ് ലവ് ഓൺലൈൻ സ്ക്രീനിൽ അവിടെ ഇങ്ങനെ തെളിഞ്ഞു വരും. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ നമുക്ക് അയ്യോ ഇത് ഞാനല്ല എന്ന് പറയാൻ പറ്റത്തില്ല. എന്നോടാണെങ്കിലും ദൈവം ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാം, കർത്താവ് എനിക്കിതൊന്നും അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഞാൻ ഈ പ്രസംഗിക്കുന്നത് അവിടെ കേൾപ്പിക്കും. അതുകൊണ്ട് നാം നമ്മളെ തന്നെ എപ്പോഴും ദൈവത്തോട് മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്റെ സമയം വളരെ വേഗം മുൻപോട്ട് പോയി. എത്ര മിനിറ്റ് കൂടെ ഉണ്ട് സിസ്റ്ററെ? എടുത്തു. 10 മിനിറ്റ്. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഓടിച്ച് ലാസ്റ്റ് 2-3 പോയിന്റുകളുണ്ട്. അത് ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതൊരു വലിയൊരു സബ്ജക്റ്റ് ആണ്. ഞാൻ സാധാരണ 1 മണിക്കൂറിന് വേണ്ടിയാണ് തയ്യാറാക്കി വെക്കുന്നത്. പക്ഷെ അത് 1 മണിക്കൂർ കൊണ്ട് തീരത്തില്ല. കാരണം ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വലിയ ഒരു നമുക്ക് ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമായിരിക്കുന്ന കാര്യങ്ങളാണ്. മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ വളരെ സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യമാണ്. 6-ാമത്തെ വാക്യം, ഫോർഗിവ്നെസ് ആൻഡ് ക്ലെൻസ്നെസ് ഇൻ റിപ്പന്റൻസ്. മാനസാന്തരത്തിൽ പാപമോചനവും ശുദ്ധീകരണവും ഉണ്ട്. കാരണം ഞാൻ ഇതെല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് പറയുന്നത് നമ്മൾ ഇങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മാനസാന്തരത്തിൽ പാപമോചനവും ശുദ്ധീകരണവും ഉണ്ട്. 1 യോഹന്നാൻ 1:9 വാക്യത്തിൽ പറയുന്നത്, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ആരാധിക്കുകയും നാം പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവം തമ്പുരാന്റെ വലിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നതും നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നു. ദാവീദ് തന്റെ പാപം ഏറ്റു പറഞ്ഞപ്പോ ദൈവം അവനോട് ക്ഷമിച്ചു. നമ്മൾ എപ്പോഴും ഏറ്റു പറയണം. കർത്താവ് എനിക്ക് എന്റെ ജീവിതത്തിൽ വന്ന തെറ്റ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ചെയ്ത തെറ്റിനെ വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. കർത്താവ് ഞാൻ ഈ തെറ്റാണ് ചെയ്തത്. മുടിയനായിരിക്കുന്ന പുത്രൻ തന്റെ അപ്പന്റെ ഭവനത്തിൽ നിന്നുള്ള അവന് ഉള്ള സമ്പത്തെല്ലാം മേടിച്ച് ദൂരദേശത്ത് പോയി എല്ലാം ദൂർത്തടിച്ചു സകലതും നശിപ്പിച്ച് തിന്നാനുമില്ല ഉടുക്കാനുമില്ല കിടക്കാനുമില്ലാത്ത ഒരു അവസരത്തിൽ വന്നപ്പോൾ അവൻ പന്നിക്കൂട്ടത്തിനിടയിലിരുന്ന് അവൻ തന്റെ പിതാവിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. സ്വന്തം ഭവനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവൻ ആദ്യം പറഞ്ഞ കാര്യം, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. സ്തോത്രം. സ്വർഗത്തോട് പാപം ചെയ്തു. ഞാൻ ചെന്ന് എന്റെ അപ്പനോട് പറയും, അപ്പാ ഞാൻ നിന്റെ മകനായിരിക്കാൻ യോഗ്യനല്ല, നിന്റെ ഒരു വേലക്കാരനെ പോലെ വെച്ചാലും മതി. സ്തോത്രം. മാനസാന്തരം. എല്ലാം നശിപ്പിച്ച് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വെറുക്കപ്പെട്ട അവസരത്തിൽ അവൻ ദൈവത്തോട് പറയാൻ, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. അപ്പോൾ അവനൊരു മാനസാന്തരം ഉണ്ടായി. അവൻ തിരിഞ്ഞു വന്നു. അവന്റെ അപ്പൻ അവനെ സ്വീകരിച്ചു. ദൈവത്തിന് തള്ളി പറയാമായിരുന്നു. അവന്റെ ജ്യേഷ്ഠ സഹോദരന് ഇഷ്ടമായില്ല അവന്റെ തിരിച്ചുവരവ്. എങ്കിലും ആ പിതാവ് അവനെ സ്നേഹിച്ചു. സ്തോത്രം. ആ പിതാവ് തന്റെ മൂത്ത മകനോട് പറയാണ്, ഇവൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവനോടെ കിട്ടിയിരിക്കുന്നു. ഇവൻ കാണാതെ പോയവനായിരുന്നു, ഇപ്പോൾ കണ്ടു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് എന്റെ സന്തോഷത്തിൽ അതേ വന്നു ചേരുക. ദൈവത്തിന് അപ്പൊ നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും
ുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സങ്കീർത്തനം 32:5 സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പാപം മറ്റൊരാൾ പോയി ദൈവത്തോട് പറയാൻ സാധിക്കത്തില്ല. ഭാര്യ ഭർത്താവിന്റെ പാപത്തെ ക്ഷമിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രയോജനമില്ല. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പാപങ്ങളെ ദൈവമേ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സ്വന്തമായി ഇവിടെ പറയാം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ദൈവത്തിന് അപ്പോൾ നമ്മൾ ദൈവസ്ഥാനത്തിൽ എപ്പോഴും മാനസാന്തരത്തിന് വേണ്ടി നമ്മുടെ കുറ്റങ്ങളെ സമ്മതിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആ കുറ്റസമ്മതം നടത്തി കഴിയുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തി 26-18 പറയുന്നത്, അവർക്ക് പാപമോചനവും എന്നിലുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കേണ്ടതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, സാത്താന്റെ അധികാരത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിപ്പാനും ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അയക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പാപമോചനം, ആ യേശുവിലുള്ള വിശ്വാസം, ശുദ്ധീകരണം, അവകാശം, ഇതൊക്കെ ലഭിക്കാൻ കണ്ണു തുറപ്പിക്കുന്നത് ദൈവവചനമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സുവിശേഷം, മാനസാന്തരത്തിന്റെ സുവിശേഷം നമ്മുടെ കണ്ണുകളെ തുറപ്പിക്കുകയാണ്. ഒന്ന് നമ്മുടെ ശാരീരികമായിരിക്കുന്ന കണ്ണുകളുണ്ട്, ഒന്ന് ആന്തരികമായിരിക്കുന്ന കണ്ണുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. എലീശ ഗേഹസിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമേ എന്ന് പറഞ്ഞു. കാരണം ആ പ്രവാചകനെ പിടിക്കാൻ ആഹാബ് രാജാവ് ചില സൈന്യങ്ങളെ അയച്ചപ്പോൾ ആ ശിഷ്യം വന്ന് പറഞ്ഞു, ഗുരുവേ നമ്മെ പിടിക്കാൻ താണ്ടെ ആഹാബ് സൈന്യത്തെ വിട്ടു. അപ്പോൾ ഇത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയുന്നു, കർത്താവേ എന്റെ ശിഷ്യന്റെ കണ്ണൊന്ന് തുറക്കണമേ. ഈ പറഞ്ഞ നിമിഷത്തിൽ അവൻ കാണുന്നത് ആ കർമ്മേൽ മല മുഴുവനും അഗ്നിമയ രഥങ്ങളെ കൊണ്ട് നിറയപ്പെട്ട സ്വർഗദൂതന്മാരെയാണ് കാണാനിടയായത്. ഒരു പ്രവാചകനെ സൂക്ഷിപ്പാൻ അത്രയും ദൂതന്മാരെ അയക്കുന്നുവെങ്കിൽ നമ്മെ സൂക്ഷിക്കുന്നത് എത്ര ദൂതന്മാരായിരിക്കും? 91 സങ്കീർത്തനത്തിന്റെ 11 വാക്യം വായിച്ചാൽ മതി, വായിക്കുന്നില്ല. അവിടെ പറയുന്നത്, അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുകയാണ്. സ്തോത്രം. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് ദൂതനോടല്ല, ദൂതന്മാരോടാ. ഒന്നിലധികമുണ്ട് നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആ സ്വർഗദൂതന്മാർക്ക് വേണ്ടി എന്നും ഒരു താങ്ക്സ്. സ്വർഗദൂതന്മാരെ, നീ എന്നെ കാത്തു പരിപാലിച്ചില്ല, നന്ദി എന്ന് നമുക്ക് ഒരു നിമിഷമെങ്കിലും പറയണം. കാരണം അവരെപ്പോഴും നമ്മോട് കൂടെയുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വിട്ടു പോകുന്ന ദൂതന്മാരെ അല്ല ദൈവം അയച്ചിരിക്കുന്നത്, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൂതന്മാരെയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നമ്മുടെ പാപങ്ങളെ കുറിച്ച്, മനുഷ്യന്റെ പാപ ജീവിതത്തെ കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ദൈവവചനം പഠിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1:18-19 പറയുന്നത്, വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെയായിത്തീരും. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. ദൈവത്തിന് സ്തോത്രം. മനസ്സ് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ, അത് കടും ചുവപ്പായിരുന്നാലും രക്താംബരം പോലെയുള്ളതാണെങ്കിലും അതിനെ ഹിമത്തെ പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം മാനസാന്തരത്തിന്റെ ഒരു ഘട്ടങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. 7ാമത്തെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് പറയണേ എനിക്ക് അരമണിക്കൂറും കൂടെ വേണം. കാരണം അതുകൊണ്ട് എന്റെ വാക്കുകളെ വിരമിക്കുകയാണ്. നാം കേട്ടതായിരിക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ പുതുമയായിട്ടൊന്ന് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുറ്റസമ്മതം, നമ്മുടെ തെറ്റുകളെ നാം മനസ്സിലാക്കുക, ദൈവത്തോട് ക്ഷമ ചോദിക്കുക, ആ ദൈവത്തിന്റെ വചനത്തെ ഹൃദയത്തിനുള്ളിൽ വെക്കുക. സദൃശവാക്യം 6:12 പറയുന്നത്, ഈ ദൈവത്തിന്റെ വചനം നാം നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും എല്ലാം നമ്മെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു, സംസാരിക്കുന്നു എന്നാണ് തിരുവചനം പറയുന്നതെങ്കിൽ ഈ മാനസാന്തരത്തിന്റെ അനുഭവത്തിലൂടെ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവമായിരിക്കുന്ന കർത്താവ് നമുക്ക് എല്ലാവർക്കും പുതിയൊരു അനുഗ്രഹത്തോടുള്ള ഒരു ജീവിതം നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. എനിക്ക് എത്രത്തോളം സമയം തന്ന ക്ഷമയോട് വചനങ്ങൾ കേട്ട എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ പ്രാർത്ഥന ഓർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവമായിരിക്കുന്ന കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.